തോഷാഖാന അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിക്കും ഭാര്യ ബുഷ്ര ബീബിക്കും 17 വർഷത്തെ തടവ് വിധിച്ചു പാക് കോടതി. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലെ അതീവ സുരക്ഷാ ജയിലിൽ നടന്ന വിചാരണയിൽ പ്രത്യേക കോടതി ജഡ്ജി ഷാറൂഖ് അർജുമന്ദാണ് വിധി പ്രഖ്യാപിച്ചത്. തോഷഖാന അഴിമതി കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീബിക്കും 17 വർഷം തടവ്. പാകിസ്ഥാൻ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പ്രത്യേക കോടതിയാണ് തടവ് ശിക്ഷ വിധിച്ചത്. കൂടാതെ ഇരുവർക്കും 16.4 മില്യൺ പാകിസ്ഥാൻ രൂപ, അതായത് 52,39,524 ഇന്ത്യൻ രൂപ പിഴയും കോടതി വിധിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇമ്രാൻഖാന്റെ പ്രായവും ബുഷ്ര ബീബിക്ക് സ്ത്രീയാണെന്ന പരിഗണനയും നൽകിയാണ് ലഘുവായ ശിക്ഷ വിധിച്ചതെന്ന് കോടതി വ്യക്തമാക്കി. ഇമ്രാൻഖാൻ നിലവിൽ റാവൽപിണ്ടിയിലെ അടിയാല ജയിലിലാണ്. അതീവ സുരക്ഷാ ജയിലിലാണ് വിചാരണ നടന്നത്. ജഡ്ജി ഷാറൂഖ് അർജുമന്ദ് ആണ് വിധി പ്രഖ്യാപിച്ചത്. 2021 മെയ് മാസത്തിൽ സൗദി കിരീടാവകാശി ഔദ്യോഗിക സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാന് നൽകിയ ഔദ്യോഗിക സമ്മാനങ്ങളുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. വിലപിടിപ്പുള്ള ബൾഗാരി ഡയമണ്ട് ജ്വല്ലറി സെറ്റാണ് സമ്മാനമായി ലഭിച്ചത്. ഭരണാധികാരികൾക്ക് ലഭിക്കുന്ന വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ സർക്കാർ ഖജനാവായ തോഷഖാനയിലേക്ക് നൽകണമെന്നാണ് നിയമം. അഥവാ അത്തരം സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിപണി മൂല്യത്തിന്റെ നിശ്ചയ ശതമാനം തോഷഖാനയിലേക്ക് നൽകണം. എന്നാൽ ഇമ്രാൻഖാനും ഭാര്യയും വില കുറച്ചു കാണിച്ച് ചെറിയ തുക നൽകി ബൾഗാരി ഡയമണ്ട് സ്വന്തമാക്കിയെന്നാണ് കേസ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.